പ്രീതേ, ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നമ്മൾ നടത്തി, പാകിസ്ഥാനിട്ട് നല്ല അടിയൊക്കെ കൊടുത്തു. ശേഷം പാക് ഭീകരത, അതായത് പാകിസ്ഥാൻ ഭീകരത നിർത്തും എന്ന് നമുക്ക് വിശ്വസിക്കാമോ? നിർത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഒരിക്കലുമില്ല. പാകിസ്ഥാൻ ഭീകരത സമം പാകിസ്ഥാൻ എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ തന്നെ നോക്കുക, നമ്മൾ ഈ ഒരു അറ്റാക്കിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ, ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്നു, അത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിവരങ്ങൾ. എന്നിട്ട് പോലും അവർ പലതരത്തിലുള്ള നീക്കങ്ങൾ അവിടെ നടത്തുന്നുണ്ട് ഇന്ത്യക്കെതിരെ. അപ്പോഴാണ് ഇന്ത്യൻ പ്രതിനിധി സംഘം പല രാജ്യങ്ങളിലേക്കായിട്ട് പോകുന്നതും എല്ലായിടത്തും ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യ പോരാട്ടം നടത്തുന്നതെന്നും നമ്മുടെ നിലപാട് വ്യക്തമാക്കാനായിട്ടൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് ഒരു പാർട്ടി മാത്രമാകുമ്പോൾ അല്ലെങ്കിൽ BJP മാത്രമാകുമ്പോൾ അവരുടെ ഭാഗം മാത്രം എന്നുള്ളതാണ്. പക്ഷെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടും നമുക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്നത് ഭീകരതയാണെന്ന് തുറന്നു പറയിപ്പിക്കുക എന്നൊരു തന്ത്രം കൂടി അതിന്റെ പിന്നിലുണ്ട്. അതിനൊരു വേദി കൂടെ ഒരുക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിനിധി സംഘങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലും ഇപ്പോൾ പുതിയൊരു വാർത്ത വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കെതിരായ ജിഹാദ് തുടരുമെന്നാണ് പാക് ഭീകരർ പറയുന്നത്. അതായത് അത് എന്തൊക്കെ സംഭവിച്ചാലും, എത്രത്തോളം അവർക്ക് തിരിച്ചടി കിട്ടിയാലും അവർ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ത്യക്കെതിരായിട്ടുള്ള ജിഹാദ് തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് പറയുന്നത്. സ്വന്തം കുലം നശിച്ചാലും കുഴപ്പമില്ല. അതെ, അത് ഈ പറയുന്നത് പോലെ തലയിലേക്ക് ഈ മതഭ്രാന്തും മറ്റുമുള്ള ഭീകരതയും ഒക്കെ അതൊക്കെ ഒരു വിഷമാണ്. ആ വിഷമൊക്കെ പടർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സിരകളിൽ പടർന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ കശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും കശ്മീരിലെ ശരിയത്ത് പുനഃസ്ഥാപനത്തിൻ്റെയും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് വരെ ഈ ജിഹാദി പ്രവർത്തനങ്ങൾ തുടരുമെന്നുള്ളതാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉള്ള സംഘടനകളുമായി ചേർന്ന് അവർ പ്രവർത്തിച്ചുകൊണ്ട്, അതായത് ഈ ഭീകരർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് പറയുന്നത്. പാക് നേതൃത്വമാണെങ്കിൽ അവർ കഴിഞ്ഞ ദിവസം പോലും ഭീകരരുമായിട്ടുള്ള വേദി പങ്കിടുകയും ഒക്കെ ചെയ്തതാണ്. ഭീകരരുടെ ഇന്ത്യൻ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഭീകരരുടെ സംസ്കാര ചടങ്ങിലൊക്കെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഇവർ എല്ലാവരും ഒരേ കയ്യും മെയ്യും ഒന്നായാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലുള്ള പുതിയ വാർത്തകളും കൂടി വരുന്നത്, പുതിയ സംഘടനകൾ കൂടി വരുന്നത്. അതെ, ഈ സംഘടനയാണെങ്കിൽ പാകിസ്ഥാനും കശ്മീരിനും എതിരെയല്ല, പാകിസ്ഥാനും കശ്മീരിനും ഒപ്പമാണ്, പക്ഷേ ഇന്ത്യക്ക് എതിരാണ്. സ്വാഭാവികമായിട്ടും അത് തന്നെയായിരിക്കും. അപ്പോൾ ഭീകരതയെ പുനരുജ്ജീവിപ്പിക്കാനായിട്ട് ISI വീണ്ടും ഒരു സംഘടനയെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. അതെ, ലഷ്കർ-ഇ തൊയ്ബയുടെ കമാൻഡർമാരിൽ ഒരാളായിരുന്ന, ഒരിക്കൽ കണക്കാക്കപ്പെട്ടിരുന്ന മൂസ ഗസ്നവി ആണ് ഈ പുതിയ സംഘടനയുടെ കമാൻഡർ. ഈ സംഘടനയുടെ പേര് എന്ന് പറയുന്നത് തെഹ്രീക്ക് താലിബാൻ കശ്മീരിസ്ഥാൻ, അതായത് കശ്മീരിസ്ഥാൻ. അതായത് പാകിസ്ഥാനോട് കശ്മീരിനെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ പേര് പോലും. അപ്പോൾ TTK എന്നാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഘടനയെ പുനരുജ്ജീവിപ്പിച്ചത് പാക് രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള ISI ആണ്. ആ ISI ആണ് ഇത് പുനരുജ്ജീവിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ പുതിയ അല്ല, ആ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ജ്യോതി മൽഹോത്രയെ പോലുള്ള ഇന്ത്യയിലെ വ്ളോഗർമാരെ വിലക്കെടുത്തുകൊണ്ട് ഇവിടുത്തെ വിവരങ്ങൾ ചോർത്താൻ ശ്രമിച്ചത്. അതെ, അപ്പോ അവർ ഈ പരിപാടി ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇവര് അതൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ആർമി ലീഡർഷിപ്പ് എന്ന് പറയുന്നു, ഇപ്പുറത്തെ ഭീകരവാദി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല ഇവർ ചെയ്തുകൊണ്ട്. ഇപ്പൊ അസീം മുനീർ ഇതിനൊക്കെ കുട പിടിച്ചതാണ്. അസീം മുനീറിനെ ഭരിക്കുന്നത് മതഭ്രാന്താണ്. തികച്ചും യാഥാസ്ഥിതികനായിട്ടുള്ള ഒരാളാണ് അസീം മുനീർ. ആ അസീം മുനീറിനാണ് ഈ പറയുന്ന പഹൽഗാം അറ്റാക്ക് നടത്തിയതിൽ തിരിച്ചടി ഉണ്ടായിട്ട് അതിൽ പരാജയപ്പെട്ടിട്ട് പോലും ഫീൽഡ് മാർഷലായി അവർക്ക് സ്ഥാനക്കയറ്റം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അച്ഛനാണ് മതപണ്ഡിതനൊക്കെ ആയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന രീതിയിൽ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പാകിസ്ഥാൻ ചാര രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള ISI ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂസ ഗസ്നവിയാണ് ഇതിന്റെ ഒരു നയിക്കുന്ന ആള് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പോസ്റ്ററും പ്രസ്താവനയും ഒക്കെ തന്നെ മൂസ ഗസ്നവി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നടത്തുന്നത് ഒരു വലിയ കാര്യമാണല്ലോ, അപ്പൊ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ജനത്തിനെ അറിയിക്കണം, ഞാൻ നല്ലൊരു കാര്യം ചെയ്യാൻ പോവാണ് എന്ന് അറിയിക്കണമല്ലോ. ഈ പാകിസ്ഥാനിലെ ജനങ്ങൾ പോലും അവിടെ പൊറുതിമുട്ടി. അവർക്കൊരു പക്ഷേ ഇത്തരത്തിലുള്ള ഭീകരത നടപ്പാക്കണമെന്നൊന്നും ഉണ്ടാകില്ല. ഒരുവിധപ്പെട്ട ആളുകളിലേക്കൊക്കെ ഇതൊക്കെ അടിച്ചേൽപ്പിക്കുന്നതാണ്. അതെ, തീർച്ചയായിട്ടും. സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു പറ്റം ആളുകളുണ്ടാവും. മനസ്സിൽ ഇത്തരം ഭ്രാന്തി ഇല്ലാത്ത മതഭ്രാന്തി ഇല്ലാത്തവരെ ഇവർ അടിച്ചേൽപ്പിക്കുക, അവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇന്ത്യ നമ്മുടെ ശത്രുവാണ്. ഇന്ത്യ നമ്മുടെ ശത്രുവാണ്. അവർക്കെതിരെ ജിഹാദി പ്രവർത്തനം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വർഗം കിട്ടും, പാൽപ്പുഴ സ്വർഗത്തിൽ കിട്ടും, നമുക്ക് ഹൂറികളുടെ ഒപ്പം പാൽപ്പുഴയിൽ നീന്തി തുടിക്കാം എന്നൊക്കെ ആയിരിക്കും പറഞ്ഞു പഠിപ്പിക്കുന്നത്. അപ്പൊ ആ യുവാക്കൾ അത് വിശ്വസിക്കും. ഇപ്പോഴും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെ, ഈ കാലഘട്ടത്തിൽ അവിടെ ചെല്ലുമ്പോൾ ഹൂറികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ കാണാൻ പറ്റുന്ന നല്ല കാഴ്ചകളൊന്നും കാണാതെ അവിടെ പോയിട്ട് എന്ത് കാര്യം എന്ന് ചിന്തിക്കണ്ടേ? ചത്ത് മലച്ചിട്ട് എന്ത് കാണാൻ? അതാണ്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ TTK കുറിച്ച് പരാമർശിക്കുന്ന ഒരു കവർ ഫോട്ടോയൊക്കെ ഈ മൂസ ഗസ്നവി പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനും കാശ്മീരും ഒന്നുമല്ല ഇവരുടെ പ്രശ്നം. ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയെ ഇല്ലാതെയാക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാന പ്രശ്നം. അപ്പോൾ TTK എന്ന് പറയുന്ന ഈ തെഹ്രീക്കെ താലിബാൻ കശ്മീരിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഭീകര സംഘടനയുടെ വക്താവ് മെഹബൂബ് ഭട്ട് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇതുവരെ ഈ സംഘടന കശ്മീരിൽ ഇതിന്റെ സാന്നിധ്യം ഒന്നും കാണിച്ചിട്ടില്ല, വന്നിട്ടില്ല. സോഷ്യൽ, അതായത് ഇവർ രൂപീകരിച്ചു, ഇതിന്റെ പ്രവർത്തനം ഇതിപ്പോ രൂപീകരിച്ചു എന്ന് പറയുമ്പോൾ പോലും ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇവർ മുൻപേ തുടങ്ങിയിട്ടുണ്ടാകും. പേര് വെളിയിൽ വന്നത് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ സമയത്ത്. ഇവരങ്ങനെയാണല്ലോ, ഒന്ന് തകർക്കപ്പെടുന്നു, ആ തകർക്കപ്പെടുന്നതിൽ ബാക്കി വരുന്നവരും മറ്റുള്ളതിൽ നിന്നുള്ളത് നേരെ മാറി നിന്നവരും ഒക്കെ ചേർന്ന് വീണ്ടും ഒരു സംഘടന ഇതിങ്ങനെ കൂണ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രവർത്തനം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്ന് ഏകോപിപ്പിക്കേണ്ടത് മാത്രമായിട്ടേ ഈ ഭീകരവാദികൾക്ക് വരുന്നുള്ളൂ. അപ്പൊ ഞാഞ്ഞൂളും തലപൊക്കുന്ന ഒരു സമയമാണ് എന്ന് പറയുന്നത്. കാരണം മെയിൻ സ്ട്രീമിലുള്ള ഇവരുടെ ഭീകരന്മാരൊക്കെ അടിച്ചു തീർന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ഞാഞ്ഞൂളുകൾ തലപൊക്കി വരും. അപ്പൊ അതിലൊരു നേതാവിനെ തിരഞ്ഞെടുക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, യഹ്യ സിൻവറിനെ ഇസ്രയേൽ തീർത്തു. ഇസ്രയേൽ തീർത്തതിന് ശേഷം പിന്നെ ദി ഷാഡോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മുഹമ്മദ് സിൻവർ, ആ സിൻവറിനെ തീർത്തു. അപ്പൊ സിൻവറാണ് പിന്നീട് അവിടെ ഹമാസിൻ്റെതായിട്ട് ഉയർന്നു വന്ന നേതാവ്. ആ നേതാവിനെയും അവർ തീർത്തിരിക്കുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ള ജിഹാദ് ഇവർ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് പിന്നെയും പറയുകയാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു നയതന്ത്ര തിരിച്ചടിയുണ്ട്. സിന്ധു നദീജല കരാറും മരവിപ്പിച്ചത്, അവിടെ വലിയ ക്ഷാമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മറ്റൊരു വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പറയാത്തത്. അതെ, അതൊരു വേറൊരു വിഷയം തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഇവിടെ അവർ ഗ്രൗണ്ട് വർക്കിന് ഇവരുടെ സപ്പോർട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ ആർമി ലീഡർഷിപ്പിന്റെ സപ്പോർട്ട് ഇല്ലാതെ ഇതൊന്നും നടക്കില്ല. ISI ആണ് ഇത് പുനരുജ്ജീവിപ്പിക്കാൻ മുൻകൈ എടുത്തത് എന്ന് പറയുമ്പോൾ തന്നെ അതിന് പാക് ഭരണ നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്.